എല്ലാം വെച്ചായിരിക്കും നമ്മളെല്ലാവരും ഗെയിം വെച്ചാൽ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ RGS ടൂളിൽ ന്യൂ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ആ അപ്ഡേറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇടുന്നു. അതിൻ്റെ ആ വീഡിയോ ആണ് ഈ വീഡിയോ. ഇതിൻ്റെ അകത്ത് RGS ടൂൾ കുറേ യൂസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ സ്പോൺ ചെയ്യാനുള്ളതാണ്. അതിനായിട്ട് ഇവിടെ RGS ടൂളിൽ നമ്മൾ B1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ് സ്പോണായി. ഇതൊക്കെ കണ്ടോ, ഒരു ബിൽഡിങ് ഇതേ നിൽക്കുന്നത് നല്ല ഉയരമുള്ള ബിൽഡിങ് ആട്ടാ. നമ്മളോട് നോക്കാൻ പറ്റണില്ല, അതൊക്കെ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വേറൊരു യൂസ് ഉണ്ട്, ND ഓൺ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിൽഡിങ് മൂവ് ചെയ്യാനാണെങ്കിൽ ഇടയ്ക്ക് മാത്രമേ വർക്ക് ആവുന്നുണ്ട്. ഇനി ഇതാ MD ഓൺ മൂവ് ചെയ്യണില്ല, ബട്ട് RGS മോഡ് ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ ഇളക്കാനുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ നോക്കിയപ്പോൾ ആദ്യമൊക്കെ ആയിട്ടുണ്ട്, ബട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആവണില്ല, അതാണ്. ഇനി നമുക്കിത് MD ഓഫ് ചെയ്യാം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വല്ല പൊസിഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ ബിൽഡിങ്ങുകൾ B2, B3, B4 അങ്ങനെ B10 വരെ വെറൈറ്റി ബിൽഡിങ്ങുകളുണ്ട്. എൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേറൊരു ബിൽഡിങ് ഞാൻ സ്പോൺ ചെയ്ത് തരാം. അപ്പോൾ ഏത് ബിൽഡിങ്ങാണ്? നമുക്കിനി B10 നോക്കാം. B10 ആൻഡ് ഇവിടെ സ്പോൺ ചെയ്യാൻ പോവാണ്. കുറച്ച് വിട്ടുക നീളമുണ്ടോ തോന്നുന്നു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ടിക്കാൻ പോവാണ്. ടിക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. എപ്പോഴാണ് തോന്നുന്നത് MD ഓൺ യൂസ് ചെയ്യാം നമുക്ക്. അത് വർക്കാവാറില്ല, ഇടയ്ക്ക് വർക്കാവാറുണ്ട്. ആൻഡ് വർക്കായാൽ മതി. ആവണ്ട ഇഷ്ടണ്ടാവുന്നില്ല. ഭ്രാന്ത് എടുപ്പിക്കുന്ന നമുക്കാണെങ്കിൽ റോട്ടിലൊക്കെ സ്പോൺ ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല. ഞാനിനി അങ്ങനെ ബിൽഡിങ്ങുകൾ കുറേ ഉണ്ടായിരുന്നു, നമ്മൾ അതൊക്കെ കാണിക്കുന്നില്ല. കാരണം 10 ബിൽഡിങ്ങുകൾ നമുക്ക് കാണിക്കേണ്ട, കാരണം കുറേ എന്തായിരുന്നു ചീറ്റ് കോഡ്സ് ഉണ്ട്. പിന്നെ റാമ്പാണ് കേസ്. R1 അടിച്ചു കഴിഞ്ഞാൽ റാമ്പ് സ്പോൺ ആകും. നമുക്ക് റോട്ടിൽ സ്പോൺ ചെയ്യാം. എന്താ ഒരു ഓടി കാർ വരുന്നത്, ഈ റോട്ടിൽ സ്പോൺ ചെയ്യാം. നമുക്ക് എന്തുണ്ടാവും നോക്കാം. ആൻഡ് റാമ്പിനുള്ള ഇതാണ് നമ്മുടെ റാമ്പിൻ്റെ നമ്പർ. ആൻഡ് ഈ ഓടി കാർ ഇത് ജമ്പ് ചെയ്യിക്കോ. ആൻഡ് ഇവിടെ ഈ കാണുന്ന റാമ്പ് ഇനി എന്താ കാട്ടണം, അവിടെ ഓടി എന്താ കാട്ടണത്? ഓക്കെ, ഓടി ഇപ്പുറത്ത് കൂടെ ഇട്ട് വന്നല്ലോ. ഡ്രൈവറിന് ബുദ്ധിയുണ്ട്. അവിടേക്ക് കയറിയില്ല ഡ്രൈവർ, പക്ഷെ അവിടെ വണ്ടി കുടുങ്ങിയ. ഓക്കെ, നമുക്ക് നോക്കണ്ട. ഇവിടെ റാമ്പുണ്ട്. പിന്നെ വേറെ കണ്ടെയ്നർ ഉണ്ട്. അതിനായിട്ട് C1 അടിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നർ 1 ആയിട്ട് ഒരു ചോപ്പ് കണ്ടെയ്നർ വന്നു. ഇനി C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കണ്ടെയ്നർ വന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് കണ്ടെയ്നർ ഉണ്ട്. C5 ഇത് വേറൊരു കണ്ടെയ്നർ വന്നു. പക്ഷെ പല കളറിൽ വൈറ്റ് കളർ ഉണ്ടാവും, ഗ്രീൻ കളർ, ബ്ലൂ, കുറേ കളേഴ്സ്, വെറൈറ്റി കളറുകളുണ്ടാവും. അതിൻ്റെ അതാണ്. ആൻഡ് വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു ഹൗസുകൾ സ്പോൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഹൗസ് സ്പോൺ ചെയ്യണ്ട, നമുക്ക് റോഡിൻ്റെ നടു പോയിട്ട് ഹൗസ് സ്പോൺ ചെയ്ത് എങ്ങനെ ഉണ്ടാവും. ആൻഡ് ഇവിടെ ആണ് കുറച്ചുകൂടി വീട്ടിൽ. റാമ്പിൻ്റെ ഉള്ളിലേക്ക് ആ കണ്ടെയ്നറാണ്ട് കയറി നിൽക്കുന്നു. അത് രസമുണ്ട്. ആൻഡ് ഹൗസിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ H1 എന്നാണ്. ആൻഡ് H1 എന്ന് അടിച്ചാൽ ഒരു ഹൗസ് സ്പോൺ ആവും. ഇത് ഇന്ത്യൻ ബൈക്കിൽ ഓൾഡ് അപ്ഡേറ്റിലുണ്ടായിരുന്ന ഹൗസാണെന്ന് തോന്നുന്നത്. ആൻഡ് ഞാൻ ഇപ്പം നടു റോട്ടിലാണ് ഈ വീട് സ്പോൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനിയും ഹൗസുകളുണ്ട്, H2, H3 അങ്ങനെ ഉണ്ട്. പക്ഷെ അത് എത്ര വരെ ഉണ്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു H5 വരെ ഉണ്ടാവുള്ളൂ എന്ന്. H5 ആക്കട്ടെ. H5 ഉണ്ട്. എൻ്റെ എന്തായാലും പെട്ടിക്കട പോലെ ഉണ്ട്, വീടാ തോന്നില്ല. അവിടെ ഡോറ് മാത്രം വീടിൻ്റെ പോലെ ഉണ്ട്. എൻ്റെ H10 എടുത്ത് നോക്കട്ടെ. H10 ഉണ്ടോ? അത് ഞാൻ നോക്കിയിട്ടില്ല. എത്ര വരെ ഉണ്ട് നോക്കിയിട്ടില്ല. H10 ഉണ്ട്. ഇതൊരു കട പോലെ തന്നെ. ആൻഡ് പിന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചുമരാണ്. ചുമര് സ്പോൺ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ W2 ആണല്ലോ. ഓക്കെ, W1 അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ചുമര് സ്പോൺ ആവും. ആൻഡ് W2 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മതിൽ സ്പോൺ ആവും. ഇതെന്തോ ഇഷ്ടിക പോലത്തെ മാർക്കുണ്ട്, ഇതിൽ അതില്ല. അതാണ് തോന്നുന്നത് വ്യത്യാസം. അതിന് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ആ വീടില്ലേ ഹൗസ് ഇങ്ങനെ സ്പോൺ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റി മതിലൊക്കെ കെട്ടി
സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാക്കാം. ആൻഡ് എന്തായാലും RGS ടൂൾ നല്ല രസമുണ്ട്. ആൻഡ് പിന്നെ P1 ഉണ്ട് തോന്നുന്നു. P1 ഉണ്ട്. ആൻഡ് P1 ഇവിടെ അടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്പോണായി. ആൻഡ് P2 അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ P2 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺ സ്പോണായി. ആൻഡ് P3 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണി സ്ഥലത്തൊക്കെ കാണുന്ന ഒരു കട്ട സ്പോണായി. ഇത് ഈ കാണുന്ന കട്ട നമ്മളിപ്പോൾ ന്യൂ വന്ന കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടായിരുന്നു ഈ കാണുന്ന കട്ട. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്കാണെങ്കിൽ ചുറ്റ് ഇങ്ങനെ മതിൽ പോലത്തെ ഇങ്ങനെ കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ അങ്ങനെ വയ്ക്കാം. അങ്ങനെ P3 അടിച്ചു കഴിഞ്ഞാൽ P3 അല്ല നമ്മൾ പഠിച്ച് P4 അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം സ്പോണാകും. P3 ഇതാ, P4 ഇതല്ലേ. ഓക്കെ, എൻ്റെ P5 ഉണ്ട്. ആൻഡ് P5 ആണ് തോന്നുന്നത്. ആൻഡ് P5 അല്ലേ, P4 ആണോ? ഞാൻ മറന്നു. അതാണ് നിങ്ങൾക്ക് P1 P2 അങ്ങനെ. ഇതും P5. ഞാൻ P4 അടിച്ചതാണല്ലോ. ഈ P10 ആണോ ഇവിടെ വരുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഓക്കെ, ഇതെന്താ KCBൻ്റെ ഇതുപോലെ. എൻ്റെ P10 അടിച്ചെൻ്റെ P9 അടിച്ചു നോക്കാം. കുറേ സാധനങ്ങളുണ്ട്. അയ്യോ, P9 വന്നപ്പോൾ ഇതിൻ്റെ ചെറുത് വന്ന്. ആൻഡ് P9 ആണ്. P7. ഓക്കെ, ഞാൻ PUU7 ആയി. ആൻഡ് P7 അടിച്ചു നോക്കാം. അപ്പോൾ ഈ സാധനം വന്ന് എയർപോർട്ടിലുള്ള. ആൻഡ് ഇങ്ങനെ കുറേ ഒബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് നമുക്ക് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. P6 അടിച്ചു കഴിഞ്ഞാൽ P6 ഇല്ലേ, ഒന്നും വന്നില്ലേ? വാട്ട്, P6 ഒന്നുമില്ലേ? P6 ഉണ്ട്. ഇത് ഈ നടക്കുന്ന ഒരു പോസ്റ്റ്. ആൻഡ് P7 അടിച്ചിഞ്ഞ് P8 അടിച്ചതാണോ? ഓക്കെ, P8 ഇത്. ആൻഡ് അങ്ങനെ കുറേ സാധനം ഉണ്ട്. നമുക്ക് കണ്ടെയ്നർ നോക്കി, ചുമര് നോക്കി, ഇനി എന്താ നോക്കാനുള്ളത്? മറ്റേ MD നോക്കി. അത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് പാളിപ്പോണ്ട് നമ്മൾ ചെയ്ത്. ഇനിയും ഉണ്ടല്ലോ, ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. ആൻഡ് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇയാളുടെ മേത്തൊരു കണ്ടെയ്നർ ഫോൺ ചെയ്താലോ. ആൻഡ് C1 പ്യൂ. മറ്റേ 2 പേരെ മേത്താട്ട് പോണത്. അവരിപ്പോൾ അവിടെ ഉണ്ടാ? അത് നോക്കാം. അവർ ചത്തുപോയോ? അത് ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ അവർ ചത്തോ? ആ പെണ്ണ് ചത്തു തോന്നി. നെക്സ്റ്റ് ട്രീസ് ആണ്, മരങ്ങൾ. അതിനായിട്ട് T അടിക്കണം. T1 അടിച്ചു കഴിഞ്ഞാൽ ഒരു മരം സ്പോണായി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് വീട് ഒരു കാടാക്കാം. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ സ്പോൺ ചെയ്തത്. T1 ഇതിലേതാ മരം? എനിക്ക് കാണാല്ലേ. നമുക്ക് ഇവിടെ T1 സ്പോൺ ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ T1 സ്പോൺ ചെയ്തു. ആൻഡ് ഈ കാണുന്ന മരം എന്താ? ഈ കാണുന്ന മരമാണ് T1. അയ്യോ, ഈ കാണുന്ന നല്ലതാ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതാ, ഈ മരമാണ് T1. ആൻഡ് T2 ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. T2 ആകുമ്പോൾ കുറച്ചുകൂടി വലുതാവും. ഇത് കുറച്ചുകൂടി വലുതാവും. അതാ കണ്ട, സെയിം ട്രീ കുറച്ചുകൂടി വലുതായി. വെള്ളത്തിലായതുകൊണ്ട് അറിയാത്തതാണ്. ആൻഡ് T2 സെയിം ആണ്, പക്ഷെ കുറച്ചുകൂടി വലുതാക്കിന്. ആൻഡ് ഈ വെള്ളത്തിൽ സ്പോൺ ചെയ്തുകൊണ്ടാണ്. കരയെ സ്പോൺ ചെയ്താൽ വ്യത്യാസം ഉണ്ടാകുന്നു. ആൻഡ് നമുക്കിത് ഇവിടെ കരയെ സ്പോൺ ചെയ്യാം. ആൻഡ് എന്താ T2 അല്ലേ? T2 എന്താ T2 ഇതാ. ആൻഡ് പിന്നെ അങ്ങനെ T3 അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. പിന്നെ ജുറാസിക് പാർക്കിലെ മരമൊക്കെ ഉണ്ട് കേട്ടോ. T3 ആണ് തോന്നുന്നത്. T3 ഇതല്ല, T4 അല്ലേ. ആൻഡ് T4 ഇപ്പോൾ നമ്മളെ ജുറാസിക് പാർക്കിലുള്ള ഒരു മരം വന്ന്. ആൻഡ് T5 വെക്കുകയാണെങ്കിൽ ജുറാസിക് പാർക്കിലെ മരം തന്നെ, പക്ഷെ കുറച്ചുകൂടി വലുതാവും. നമുക്ക് T6 ഉണ്ടോ നോക്കട്ടെ. T6 ഉണ്ടോ? T6 ഉണ്ട്. ഇത് നല്ല വലുതായി. T6 വരെ ഉള്ളൂ തോന്നുന്നു. T7 ഇല്ലല്ലോ, നോക്കാം. 7 ഇല്ല. ഓക്കെ, T6 വരെ ഉള്ളൂ. ആൻഡ് ഇതാണ് ട്രീസ് വരുന്നത്. ആൻഡ് ഒരുപാടെണ്ണം ഉണ്ട്, ബട്ട് ഒക്കെ കൂടി പറയാൻ പറ്റണില്ല. കുറേ വിട്ടു പോകാൻ സാധ്യത ഉണ്ട്. ആൻഡ് പിന്നെ ഇനി എന്താ ഉള്ളത് ഒന്ന് ഓർത്താക്കേണ്ടി വരും.
ഞാൻ ഓർത്തോക്കിയിട്ട് കാര്യമായിട്ടൊന്നും കിട്ടണില്ല. ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഗെയിം കളിക്കുന്നവർക്ക്. ഇതെന്താ സ്റ്റക്കാവുണ്ടല്ലോ. ഇറങ്ങാൻ പറ്റണില്ലേ? അതെന്ത് കളിച്ചാ? ഓക്കെ, ഇറങ്ങാൻ പറ്റണില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേല്. വേണ്ടി നമ്മളൊരു ക്ലിച്ചും കൂടി കണ്ടിരിക്കുകയാണ്. അതായത് ഈ ഗ്ലാസിൻ്റെ ഇടയ്ക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. എങ്ങനെയാണ് ഇപ്പം ഇറങ്ങാൻ പറ്റുക? എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ കണ്ടതിന് ശേഷം ഫസ്റ്റ് ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് അടിച്ചു. എൻ്റെ 1120 സ്കൈഫാൾ ചെയ്തു ഞാൻ. അല്ല പിന്നെ എന്നോടാണ് കളി. ഇൻഫിനിറ്റി ഹെൽത്തുള്ളതുകൊണ്ട് ഞാൻ ചാവൂല. ഇതിൻ്റെ മുകളിലോട്ട് വീഴണം. അയി മേടിച്ചു. താറ്റിക്കണം. ചത്തില്ല. ഇതാണ് ഇൻഫിനിറ്റി ഹെൽത്ത്. ചത്താവില്ല. ആൻഡ് പോലെ ഒരെണ്ണയ്ക്ക് ഇപ്പോൾ ഓർമ്മ വന്നേ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RGS ടൂൾ കയറിയിട്ട് സേവ് ഡാറ്റാന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സേവായി. അതായത് ഈ കണ്ടെയ്നറും വീടും ഒക്കെ കൂടി ഇത് ഇങ്ങനെ കിടക്കുന്ന സേവായി. ഇനി ഗെയിം റീസ്റ്റാർട്ട് ചെയ്താലും ഇത് പോവില്ല. ഇപ്പോൾ കാണിച്ചാൽ ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയും അത് പോവില്ല. അതിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേഗം ഓക്കെ. എൻ്റെ മുടി എനിക്ക് പറ്റാതെ മുടി പറ്റണില്ല. എന്താ ഞാൻ സേവ് ഡാറ്റ നോക്കിയോണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടും ഇത് പോയില്ല. ഇനി ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ഗെയിമിൽ ലെവൽസ് ഒന്നും ഇല്ലല്ലോ, വെറുതെ ചുറ്റിക്കറങ്ങി ഇറക്കല്ലേ. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഇമാതിരി കാര്യമൊക്കെ ഞാൻ വീടിൻ്റെ മുമ്പിൽ കാട്ടിച്ചിരിക്കണേ. റോഡിൻ്റെ നടുവിൽ ബിൽഡിങ്. പിന്നെന്തൊക്കെയാണ്? ബൈ.